ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അട്ടപ്പാടിയിൽ ലേശം തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കാലാവസ്ഥ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും തണുപ്പ് ഉണ്ടെങ്കിലും വചനം പറയുമ്പോൾ ഉള്ളിലൊരു അഗ്നിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നിങ്ങളെല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ഒരു അഭിനന്ദനം അറിയിക്കാൻ ആഗ്രഹിക്കുക. കാരണം നിങ്ങൾ അനേകം പേര് ഈ വീഡിയോസൊക്കെ എത്രയോ പേർക്ക് ഷെയർ ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിടുന്ന വീഡിയോ തന്നെ എനിക്ക് തന്നെ പലപ്പോഴും ഒരുപാട് തിരിച്ചു വരാറുണ്ട്. അതിന് വലിയൊരു അനുഗ്രഹം. വെരി ഹാപ്പി. ഈശോ സുവിശേഷമല്ലേ നമ്മളെല്ലാം സഹാരികളാക്കുകയാണല്ലോ. ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ തോന്നിപ്പിക്കുന്ന വചനം ജോബിൻ്റെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെ തിരുലേഖനങ്ങളാണ്. വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. അതിൻ്റെ വേര് മണ്ണടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഒരു മരം അതിൻ്റെ മണ്ട മുറിച്ച് കളഞ്ഞ് വിചാരിക്കുക, അടുത്ത പുതുമഴ പെയ്യുമ്പോൾ അത് വീണ്ടും പുതുനാമ്പുകൾ മുളപ്പിക്കും, അല്ലേ? പ്രധാനം പറഞ്ഞാൽ ഞാൻ ഓർക്കുന്ന തന്നെ വീട്ടിൽ പണ്ട് ഈ കുറുന്തോട്ടി പോലെ മുറ്റത്ത് വളരുന്ന ചെടിയൊക്കെ ഇങ്ങോട്ട് ചെത്തിക്കളഞ്ഞാൽ അടുത്ത പുതുമഴ പെയ്യുമ്പോൾ അതേപോലെ ചെടി വേറെ ഉണ്ടായി വരും. അപ്പോൾ അതിൻ്റെ വേരിൻ്റെ ഒരു അടിയിലൊരു സ്വല്പം ഒരു കുറ്റിയുടെ ഒരു ലേശം പാർട്ട് അതിൻ്റെ ഉള്ളിൽ ആ അടിയിൽ കിടന്നാൽ മതി. അടുത്ത പുതുമഴ പെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഇപ്പോൾ ഏത് അവസ്ഥയിലാണെങ്കോട്ടെ, മണ്ണിൽ കെട്ടുപോയപ്പെട്ട വേരുകൾ പഴകിപ്പോയ ഒരിക്കലും ഉയരില്ല എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ വിചാരിക്കുക. നിങ്ങളങ്ങനെ ചിന്തിക്കരുത്. വെള്ളത്തിൻ്റെ ഗന്ധം, വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ പരിശുദ്ധാത്മാവിൻ്റെ സൂചനയുണ്ട്. പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ വേണ്ടി ദാഹിച്ചങ്ങോട്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ നനവ് വന്നാൽ പഴയതിനേക്കാൾ വീണ്ടും ശക്തിയോടെ നമുക്ക് കുതിച്ചു വരാൻ പറ്റും പോലെ. അതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. വെള്ളത്തിൻ്റെ ഗന്ധം മാറ്റാൻ ശാഖ അത് പുറപ്പെടുവിക്കും എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തു തന്നെയായാലും വിഷമിക്കരുത്. പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഓരോരുത്തരും നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.